ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ജനാനിയ ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഓറഞ്ച് ജെല്ലി ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ലെമണിൻ്റെ ജെല്ലി ചെയ്ത പോലെ തന്നെ ഓറഞ്ചിൻ്റെ ജെല്ലി നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് വട്ടത്തിൽ മുറിക്കാം. ഇങ്ങനെ വട്ടത്തിൽ മുറിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കുരു എളുപ്പം എടുത്ത് മാറ്റാനാണ് ഇങ്ങനെ മുറിക്കുന്നത്. ഇനി എല്ലാം തൊലിയൊക്കെ നമുക്ക് നീക്കം ചെയ്യാം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിൻ്റെ ഓരോ അല്ലികൾ അടർത്തിയിടാം. അതിൻ്റെ വേസ്റ്റൊക്കെ പിച്ചി മാറ്റി കളയണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിത് അരക്കണത്. ഇനി നമുക്കിതിൻ്റെ പൾപ്പ് എടുക്കാം. നല്ലോണം അരിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് 1 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് ഒഴിക്കണത്. അപ്പോൾ മൊത്തം 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. അതിനായി 1 കപ്പ് പഞ്ചസാര എടുക്കാം. 1/2 കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കാം. ഇനി നമുക്കത് സിറപ്പാക്കി എടുക്കാം. ഞാൻ ഈ ഓറഞ്ചിൻ്റെ പീല് ഒരു 3-4 കഷ്ണം ഇടുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഓറഞ്ചിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ എസെൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത്തിരി ഫുഡ് കളർ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലി എടുത്ത് മാറ്റാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ഇടുക. എന്നിട്ട് ഇതേപോലെ ഇത്രയും പാകത്തിന് വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. സിമ്മിലിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് കളർ ഫുഡ് കളറാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്തേക്കണത്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലോണം എല്ലാ ഭാഗത്തുനിന്നും മിക്സ് ചെയ്യണം. ഇനി 1 നുള്ളു ഉപ്പ് ഞാൻ ചേർക്കണതിനകത്ത് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാനാണ്. ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി 2 ബൗളാണ് ഞാൻ എടുത്തേക്കണത്. ആ ബൗളിലേക്ക് ഇച്ചിരി എണ്ണ തടവിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ സിറപ്പ് അതിനകത്തേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് ഏത് പാത്രമാണെങ്കിലും എടുക്കാം. എനിക്കിപ്പോൾ 1.25 കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം. ഇത് തണുപ്പിച്ചിട്ടുണ്ട്. നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് വരഞ്ഞു കൊടുക്കാം. പെട്ടെന്ന് വിട്ടു പോരാനായിട്ടാണ്. വരഞ്ഞില്ലെങ്കിലും സാരമില്ല, അത് വിട്ടു പോരും. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് പതുക്കെ പകർത്തിയെടുക്കാം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇത് നല്ല ജെല്ലി പോലെ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജെല്ലിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇത് കണ്ട കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.